ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുജീവനം പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഈ പ്രോഗ്രാമിന്റെ തന്നെ മാസ്റ്റർ മൈൻഡായ ജെസ്സി സാറ കുഷി കൊച്ചമ്മയോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ വിമൻസ് ഫെലോഷിപ്പിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ, നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്: ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനായി അല്ലെങ്കിൽ മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനായി സവിശേഷമായി പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏർപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? 3 കാര്യങ്ങളെങ്കിലും ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനായി നിങ്ങൾ ഏർപ്പെട്ട 3 കാര്യങ്ങൾ എന്തായിരുന്നു? ആരും പറയൊന്നും വേണ്ട, മനസ്സിൽ ഓർത്തെടുത്താൽ മതി. എഴുതിയിടണമെന്നുണ്ടെങ്കിൽ എഴുതിയിടുകയും ചെയ്യാം. ഓക്കെ. മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മളെങ്കിൽ കേരളത്തിൽ മാനസിക ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കണക്കുകൾ എടുത്താൽ നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 പേരിൽ ഒരാൾക്കെങ്കിലും മാനസിക രോഗ ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. അതും 40 മുതൽ 49 വയസ്സ് വരെ ഉള്ള വ്യക്തികളിലാണ് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയില് തമിഴ്നാടും കേരളവുമാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇനി രോഗങ്ങൾ എടുത്ത് നോക്കിയാൽ വിഷാദ രോഗങ്ങൾ, ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അതുപോലെ തന്നെ ഉത്കണ്ഠ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ആണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ഇനി സൂയിസൈഡിന്റെ കണക്കെടുത്ത് നോക്കിയാൽ കേരളം നിൽക്കുന്നത് 4ാം പൊസിഷനിലാണ്. ഇങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രസക്തി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടിൽ നമ്മൾ പേപ്പറിനകത്ത് കണ്ടു, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണും, ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. ആംസ്റ്റർഡാം, നെതർലൻഡ്സില് 29 ഇയേഴ്സ് 29 വയസ്സുള്ള ഒരു സ്ത്രീ, മാനസിക രോഗ വെല്ലുവിളികളാൽ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് സർക്കാർ ദയാവധം അല്ലെങ്കിൽ മേഴ്സി കില്ലിങ്ങിന് അനുവാദം കൊടുത്തതായി നമ്മൾ കാണുന്നു. ഇനിയും നമ്മുടെ കേരള സംസ്ഥാനം എടുത്താൽ തന്നെ ധാരാളം ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന്റെ എണ്ണം കൂടുന്നു, മാനസിക രോഗികളെ നോക്കാൻ ആരുമില്ല, അവരുടെ കാര്യങ്ങൾ നടത്തിക്കുവാൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് സാധിക്കുന്നില്ല. ഇങ്ങനെ ധാരാളം ന്യൂസ് റിപ്പോർട്ട്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മുടെ പ്രശ്നം? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മുടെ ഡോക്ടർ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിന്റെ ആ ഒരു കണക്ഷനെ പറ്റി സംസാരിച്ചു. മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ശരീരം മനസ്സിനെ സ്വാധീനിക്കുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ധാരാളം ഫീൽ ഗുഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുന്നു. ഇനി അതല്ല, സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇനി തിരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, അത് വേദനകളാകാം, നെഗറ്റീവ് സെൻസേഷൻസ് ആകാം, പോസിറ്റീവ് സെൻസേഷൻസ് ആകാം, അത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ സ്വാധീനിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു തലവേദന വന്നെങ്കിൽ തന്നെ അന്നത്തെ ദിവസം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മൂഡ് ശരിയല്ല എന്ന് നമ്മൾ തന്നെ പറയും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാകുവാൻ സാധിക്കും. തിരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നല്ല ഉറക്കം, ശാന്തമായ നിദ്ര നമുക്ക് തലേ ദിവസം കിട്ടിയെങ്കിൽ അതിന്റെ അടുത്ത ദിവസം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നല്ല ഫ്രഷ്നെസ്സും ഒരു ക്ലിയർ തിങ്കിങ്ങിനും ഒക്കെ നമുക്ക് സാധിക്കുന്നതായി കാണാം. അതാണ് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഒരിക്കലും നമുക്ക് മനസ്സിനെയും ശരീരത്തെയും വേർപിരിക്കാൻ കഴിയില്ല. ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രസക്തി കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിനും പ്രസക്തി കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കുറയുന്നു അല്ലെങ്കിൽ ഒരു വീക്ക് ആകുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു?
ഇപ്പം നമുക്കൊരു പനി വന്നാൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, അതിന് വേണ്ടുന്ന ചികിത്സകൾ ചെയ്യുന്നു. പക്ഷെ മനസ്സ് വീക്ക് ആകുന്നു അല്ലെങ്കിൽ മനസ്സിന്റെ ആരോഗ്യം നശിക്കുന്നു എന്നുള്ളതിന്റെ സയൻസ്, ലക്ഷണങ്ങള്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആഹ് ഒരു ജനറലായിട്ട് പറഞ്ഞു പോകുവാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഏത് പ്രായക്കാരുടെ ഇടയിലാണെങ്കിൽ ആഹ് ചില ലക്ഷണങ്ങൾ വളരെ ടിപ്പിക്കൽ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ശ്രദ്ധ കുറയുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. അത് ജോലിയിലാകാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളില് കോളേജ് സ്റ്റുഡൻസിലാണെങ്കില് പഠിക്കുന്ന കാര്യങ്ങളിലാകാം, ഇനി ഹൗസ് വൈഫ്സ്, വീട്ടിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ അമ്മമാര്, സ്ത്രീകള്, അവരുടെ ജോലി വേലകളില് അവരുടെ ശ്രദ്ധ കുറയുന്നു. അപ്പൊ ചിലപ്പോ നമ്മള് പറയും, അയ്യോ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവർ പറയും, കുറച്ച് നാളുകളായിട്ട് ഞാൻ അങ്ങ് മറന്നു പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവരുടെ ശ്രദ്ധ ചെയ്യുന്ന ടാസ്കില്, ചെയ്യുന്ന പ്രവൃത്തിയില് കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വരുന്ന മറവികളാണ്. എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല? നമ്മുടെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് ധാരാളം ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളാകാം, അല്ലെങ്കിൽ ടെൻഷൻ ഉളവാക്കുന്ന ചിന്തകളാകാം, സ്ട്രെസ് ഉളവാക്കുന്ന ചിന്തകളാകാം. ഇങ്ങനത്തെ ചിന്തകൾ വളരെ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ടാസ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. ഇനി അടുത്തതായി നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതാണ് സമ്മർദ്ദം. നമ്മള് ഒരു ഭംഗി വാക്കായിട്ട് പറയാറുണ്ട്, എനിക്കന്ന് ടെൻഷനാണ്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് എനിക്ക് ടെൻഷനാണ്, ഈ വ്യക്തി മൂലം എനിക്ക് ടെൻഷൻ അനുഭവപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ഒരു വലിയ ഘടകമായിട്ട് മാറാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് സങ്കടം, വിഷമം, സാഡ്നെസ്. ഇപ്പോഴത്തെ യുവതലമുറ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ്, ഓ ഐ എം ഡിപ്രസ്ഡ്, എനിക്ക് ഡിപ്രഷൻ ആണ് എന്നുള്ളത്. ഡിപ്രഷൻ ഒരു വളരെ കട്ടി കൂടിയ ഒരു വാക്കാണ്. പക്ഷെ ഞാൻ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സങ്കടം, നമ്മുടെ മൂഡ് സ്റ്റേറ്റ് സാഡ് ആകുന്നു എന്നുള്ളതാണ്. സങ്കടം പല രീതിയിൽ എക്സ്പ്രസ്ഡ് ആകാറുണ്ട്. ചിലവര് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല. പക്ഷെ അവരുടെ കൂടെ ജീവിക്കുന്നവർ പറയും ഇടയ്ക്കിടയ്ക്ക് കരയുന്നതായിട്ട് കാണാം എന്ന്. അപ്പോൾ സങ്കടം, സാഡ്നെസ് പറയാറുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ക്രൈം സ്പെൽസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഉറക്കം, സ്ലീപ്പ്. ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് ഒരു ബയോളജിക്കൽ റിതം ഉണ്ട്. നമുക്കൊരു സ്ലീപ്പ് വേക്ക്, ഉണരുന്നതിനും ഉറങ്ങുന്നതിനുമായിട്ടുള്ള ഒരു സൈക്കിള് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിലെ ഫങ്ഷനിങ് തന്നെ തീരുമാനിക്കുന്നത് ഈ ഒരു സൈക്കിളാണ്. അപ്പോ മാനസിക പ്രശ്നങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരില് ഉറക്കം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ ഉറക്കം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം കുറവായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഉറക്കം നീണ്ടു നിൽക്കുന്നില്ല. അതായത് സാധാരണ ഒരു മനുഷ്യന് കിട്ടേണ്ട 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഉറക്ക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു, സ്വപ്നങ്ങള് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് വളരെ ഷൗട്ടിങ്ങും രാത്രിയിൽ ആകെ ഡിസ്റ്റർബൻസ് കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം. കോപം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം വലിച്ചെറിയുക, ആ ഒരു കോപമല്ല. മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഈർഷ്യ അല്ലെങ്കിൽ ദേഷ്യം, ഇറിറ്റബിലിറ്റി എന്നൊക്കെ പറയും, ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വീട്ടിൽ കാണിക്കുക. കൂടുതലായിട്ടും വീട്ടിലായിരിക്കും ദേഷ്യത്തിന്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ദേഷ്യത്തിന് തന്നെ പല എക്സ്പ്രഷൻസ് ഉണ്ട്. കൂടുതലായിട്ടും നമ്മൾ പറയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് ദേഷ്യം, മൂഡ് സ്റ്റേറ്റ് ആങ്കർ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഉള്ളതാണ് വേദനകൾ, അകാരണമായ വേദനകൾ. നമ്മൾ ഇപ്പോൾ ഒരു തലവേദന, നമ്മുടെ ക്ലിനിക്കുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് വേദനകൾ. എത്ര ഡോക്ടർ ഷോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഒരു തലവേദനയ്ക്ക് എല്ലാ ടൈപ്പ് ഡോക്ടർമാരെയും കണ്ട് എല്ലാ ടൈപ്പ് ട്രീറ്റ്മെന്റും ചെയ്തതിന് ശേഷം അവർക്ക് മാറ്റമില്ല, അവർക്ക് സൗഖ്യമില്ല. ചോദിച്ചു വരുമ്പോഴാണ്, കൗൺസിലിംഗ് സെഷൻസ് തുടങ്ങി കഴിയുമ്പോഴാണ് അവർക്ക് വളരെയേറെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ കൂടെ പോകുന്നതിന്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ് ഈ വേദന എന്നുള്ളത്.
അപ്പോൾ സാധാരണ സ്ത്രീകളിലാണ് ഈ വേദന കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളിലും വയറുവേദന, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളിൽ അത് പുറത്തോട്ടുള്ള വോമിറ്റിംഗ് ആയിട്ട് പോലും കാണിക്കാറുണ്ട്. സ്ത്രീകളിൽ ശാരീരികമായിട്ടുള്ള വേദനകൾ ധാരാളം റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്ലിനിക്കിൽ ഡോക്ടേഴ്സ് തന്നെ വിടാറുണ്ട്. ഈ ഞങ്ങളെയും കൊണ്ട് ഇത് ശരിയാവുന്നില്ല, ഇനി ഒരു സൈക്കോളജിസ്റ്റ് കാണട്ടെ എന്ന് പറഞ്ഞ് വിടുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ താല്പര്യം കുറയുക എന്ന് പറയും. അതായത് മുൻപേ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപേ ആ വ്യക്തി ഏറ്റവും താല്പര്യപ്പെട്ട് കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലുള്ള താല്പര്യം കുറയുക. പിന്നെ അവർക്ക് അത് കാണുകയോ ചെയ്യുകയോ ഒന്നും അവർക്ക് താല്പര്യമില്ലാതെ വരിക. ഇതൊക്കെയാണ് നമ്മുടെ മാനസിക ആരോഗ്യം നശിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ ലക്ഷണങ്ങളൊക്കെ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഇല്ലായിരിക്കാം, നമ്മുടെ വീട്ടിലുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നമ്മുടെ കൊളീഗ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കായിരിക്കാം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയിൽ വരുന്നു? അത് ഇനി രണ്ടാമതൊന്ന് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തില്, തൊഴിൽ മേഖലയില്, കുടുംബാന്തരീക്ഷത്തില്, സാമൂഹിക ജീവിതത്തില്, ഈ 4 തലങ്ങളില് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനസിക ആരോഗ്യം നശിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നതിന്റെ സൈൻസ് ആണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഈ സുജീവനം പ്രോഗ്രാം പറഞ്ഞപ്പോൾ തന്നെ മാനസിക ആരോഗ്യത്തെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരു മോഡലാണ് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു എങ്കൽ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ്. അതായത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് 3 ഫാക്ടേഴ്സിനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 ഘടകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് മാനസിക ആരോഗ്യം ക്ഷയിക്കുന്നതും മാനസിക രോഗങ്ങളിലേക്ക് നയിക്കുന്നതും എന്നാണ് പഠനങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. ആദ്യമായിട്ടുള്ളതാണ് ജൈവിക ഘടകങ്ങൾ എന്ന് പറയുന്നത്, ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ശാരീരിക ആരോഗ്യം അതിനൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡോക്ടർ വളരെ മനോഹരമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഡയറ്റിനെ പറ്റിയും സ്ലീപ്പിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ശാരീരിക ആരോഗ്യം അതിനകത്തെ ഒരു ഫാക്ടറാണ്. പിന്നെ പല ടൈപ്പിലുള്ള വൈകല്യങ്ങൾ നമുക്കറിയാം. ഒരു ആക്സിഡന്റിന് ശേഷം വൈകല്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ബയോളജിക്കലായിട്ട് തന്നെ ബൈ ബർത്ത് തന്നെ വൈകല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനിതകമായ ഘടനയുടെ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ജനിതക ഘടനയുടെ ഒരു റിസൾട്ടായിട്ട് രോഗങ്ങൾ വരാം. ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം. അപ്പൊ ഇതൊക്കെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഈ ബയോളജിക്കൽ ഘടകങ്ങൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു. അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ സൈക്കോളജിക്കൽ തലം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തലം. അതെന്താണ്? നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, നമ്മളുടെ സെൽഫ് എസ്റ്റീം, നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ കാണുക എന്നുള്ളത്, നമ്മുടെ വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, നമ്മുടെ സാമൂഹികമായി ഇടപെടുവാനുള്ള നമ്മുടെ കഴിവ്, സോഷ്യൽ സ്കിൽസ്, നമ്മുടെ വികാരങ്ങൾ, കോപ്പിംഗ് സ്കിൽസ്, ഇതെല്ലാം ആണ് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് സാമൂഹിക തലം അല്ലെങ്കിൽ സോഷ്യൽ തലം എന്ന് പറയുന്നത്. സോഷ്യൽ തലം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹിക പശ്ചാത്തലം, അതായത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, ദാരിദ്ര്യം, വിദ്യാഭ്യാസം, ഫ്രണ്ട്ഷിപ്പ്, കൾച്ചർ, ചുറ്റുപാടും, ആകെയുള്ള നമ്മുടെ എൻവയൺമെന്റ്, ഇതെല്ലാം ആണ് സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. ഈ 3 ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ രോഗങ്ങളെ തീരുമാനിക്കാൻ പറ്റുന്നത്.
അല്ലെങ്കിൽ രോഗങ്ങളെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ 3 ഫാക്ടേഴ്സിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ മാനസിക രോഗങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അവരുടെ ഫാമിലിയിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ അമ്മമാരിൽ തന്നെ മാനസിക രോഗമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ ഫാമിലി ഹിസ്റ്ററിയാണ് വന്നിരിക്കുന്നത്, അതൊരു ബയോളജിക്കൽ ഘടകമാണ്. പിന്നെ നമ്മൾ പറയും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി 18 വയസ്സ് വരെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സൈക്കോളജിക്കൽ തലമാണ്. അപ്പോൾ 18 വയസ്സ് വരെ നമ്മൾ നല്ല ഡെവലപ്മെന്റ്, നല്ല സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, എല്ലാ രീതിയിലും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ ഫാക്ടറിനെ കേന്ദ്രീകരിച്ചാണ്. പിന്നെ അതുപോലെ തന്നെയാണ് സാമൂഹികം. നമ്മൾ പറയാറുണ്ട് പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഉള്ളിടത്ത് ധാരാളം മാനസിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക്, സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരുടെ ഇടയിൽ മാനസിക രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് മാനസിക രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇനി എപ്പോഴാണ് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ മാനസിക രോഗങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം COVID-19 വന്നുപോയി. COVID-19 ആ സമയത്ത്, കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാം മനസ്സിലാക്കിയൊരു കാര്യമാണ് ശാരീരിക ആരോഗ്യത്തിന്റെ ഒപ്പം തന്നെ മാനസിക ആരോഗ്യം ക്ഷയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽസിലാണേലും കൗൺസിലിംഗിനാണേലും ധാരാളം വ്യക്തികൾ കോവിഡ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നു, മാനസിക പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ സാധാരണ മനുഷ്യര് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി, ഒരു ഐസൊലേഷന്റെ ഒരു അവസ്ഥയിൽ കൂടി പോകണം എന്ന്. പെട്ടെന്ന് നമ്മുടെ സോഷ്യലൈസേഷൻ ഡൊമെയിൻസ് എല്ലാം കട്ട് ചെയ്തു. ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല, മാസ്ക് ഇടണം, ആരെയും തൊടാൻ പാടില്ല, സാനിറ്റൈസ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ പ്രാക്ടീസസ് നമ്മളിലോട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ സർവ്വസാധാരണമായി ജീവിച്ച വ്യക്തികളിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആരാണേലും ഒരു ക്രൈസിസിൽ കൂടെ പോകും. ആ ക്രൈസിസിന്റെ അനന്തര ഫലങ്ങളായിരുന്നു കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരു പക്ഷെ നമ്മൾ എല്ലാവരും അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കാം. അപ്പൊ COVID-19 മൂലം ധാരാളം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. അതിനെയാണ് നമ്മൾ ന്യൂ നോർമൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് നമ്മുടെ പ്രായമുള്ളവര്, വയോധികരിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും അഡോളസൻസിലും കൗമാരപ്രായക്കാരുടെ ഇടയിലുമാണ്. അന്നത്തെ ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ധാരാളം സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ബിസിനസ് ലോസ് കാരണം സൂയിസൈഡ് ചെയ്തവരുണ്ട്, രോഗങ്ങളെ തരണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്തവരുണ്ട്. അങ്ങനെ ധാരാളം അവസ്ഥകളിൽ കൂടെ, ചലഞ്ചിങ്, വളരെ വെല്ലുവിളികൾ ഉള്ള അവസ്ഥകളിൽ കൂടെ അതിനെ തരണം ചെയ്യാൻ പറ്റാതെ മാനസിക വെല്ലുവിളികളിൽ കൂടെ പോയവരുണ്ട്. പക്ഷെ വേറെ കുറെ ആൾക്കാര് ആ ചലഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ നോർമലിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് റിസർജൻസിലേക്ക് വന്നായിരുന്നു. ആ കഴിഞ്ഞ ദിവസം അശോക് സർ റിസർജൻസിനെ പറ്റി പറഞ്ഞു. പുതിയൊരു സാഹചര്യമായിട്ട്, അല്ലെങ്കിൽ ആ എക്സിസ്റ്റിംഗ് സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുവാൻ, അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുവാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് റിസർജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ, അതായത് സൂം എന്നുള്ളൊരു വാക്കോ ഗൂഗിൾ മീറ്റ് എന്നുള്ളൊരു വാക്കോ നമ്മൾ ആരും കോവിഡിന് മുൻപ് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഈ സെഷൻ കേൾക്കുന്നത്. അതൊക്കെ കോവിഡ്-19 ഒരു ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കോവിഡ് മൂലം ഉണ്ടായി. പക്ഷെ ധാരാളം പേര് അതിൽ അഫക്റ്റഡ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്.
ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ധാരാളം പെരുമാറ്റ പ്രശ്നങ്ങള്, പെരുമാറ്റ വൈകല്യങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തു. സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ തന്നെ അവരെ ഫോഴ്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ പോകാതെ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ട് തിരിച്ച് അവർക്ക് ഒരു ഫിസിക്കൽ എൻവയൺമെന്റ് കിട്ടിയപ്പോൾ അവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ പോയി. ടീച്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? കുട്ടികൾക്കൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു അടിസ്ഥാനവും കിട്ടിയിട്ടില്ല. ആദ്യം മുതലേ, ഇപ്പൊ LKG UKG ഉള്ള കുഞ്ഞുങ്ങളെ ആദ്യം മുതലേ തന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു സ്കൂൾ തുറന്നപ്പോൾ. അപ്പോൾ പേരൻസിനും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുവാൻ, എങ്ങനെ നോക്കുവാൻ, അല്ലെങ്കിൽ ഇനി കോവിഡ് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഫിസിക്കൽ ആയപ്പോൾ എങ്ങനെ ആ ചേഞ്ചിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെന്ന് പല പേരൻസിനും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗിന് ധാരാളം കേസസ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും എല്ലാം. അപ്പോൾ ഈ ന്യൂ നോർമലിനെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ യുവതലമുറയിൽ വന്ന മാറ്റം. എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ എടുത്ത് ജോലി ചെയ്യുവാൻ സാധിച്ചു. പലവർക്കും ജോലി നഷ്ടപ്പെട്ടു. ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് വരേണ്ടി വന്നു, അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ ഒരു കട്ടുണ്ടായി. പിന്നെ പ്രൊമോഷൻസ് ഇല്ല, ഒരു പെർക്സ്, ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കുന്നതും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കി ജോലി റിസൈൻ ചെയ്തവർ വന്നു. ഇങ്ങനത്തെ ധാരാളം സമ്മർദ്ദങ്ങളിൽ കൂടെ പോയ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ എല്ലാവരും. ഈ യുവതലമുറയിൽ തന്നെ കോളേജ് വിദ്യാഭ്യാസം ശരിക്കും കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അടുത്തൊരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ അഡ്മിഷൻ ഡിലേ വന്നിട്ടുണ്ട്. വർഷം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ സോഷ്യലൈസേഷൻ, നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. ആ ഇന്ററാക്ഷൻ നഷ്ടപ്പെട്ടത് മൂലം തന്നെ വ്യക്തിത്വത്തിൽ, പേഴ്സണാലിറ്റിയിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ കോവിഡ് മൂലം ഉണ്ടായ മാനസിക പ്രശ്നങ്ങളിൽ തന്നെ ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മാനസിക രോഗമാണ് വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്നത്. വിഷാദ രോഗങ്ങൾ അല്ലെങ്കിൽ മൂഡ് റിലേറ്റഡ് അസുഖങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വിഷാദ അവസ്ഥയിൽ കൂടി പോകുന്നവരാണ്. ചിലപ്പോൾ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യകത വരുന്നില്ലായിരിക്കാം, വിഷാദ അവസ്ഥയിൽ കൂടി പോകുന്നവർ. അവരുടെ ചിന്തകളെ നമ്മൾ പരിശോധിച്ചാൽ, എനിക്ക് ഭാവിയെ പറ്റി ഇനി ഒരു പ്രതീക്ഷയുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാനൊരു കൊള്ളരുതാത്ത വ്യക്തിയാണ് ഈ സമൂഹത്തിൽ, ഇങ്ങനത്തെ ചിന്തകൾ റൂള് ചെയ്യുമ്പോൾ അങ്ങനത്തെ ചിന്തകളിലാണ് അവർ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അതായത് അവരുടെ ദൈനംദിനമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യാതെ പോകുന്നു, ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ആബ്സെന്റ് ആവുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ജോലിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. അങ്ങനത്തെ ധാരാളം അവസ്ഥകളിൽ കൂടെ പോയി ആണ് നമ്മളൊരു ഡിപ്രഷൻ വന്നു എന്ന് പറയുന്നത്. ഇനി ഡിപ്രഷൻ കൂടി, അല്ലെങ്കിൽ നമ്മൾ പറയും സിവിയർ ഡിപ്രഷൻ ഉള്ളവരാണ് സൂയിസൈഡിലേക്ക് പോകുക എന്നുള്ളത്. അപ്പൊ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സൂയിസൈഡിന് ശേഷം സൈക്കോളജിക്കൽ ഓട്ടോപ്സി സ്റ്റഡീസ് എന്ന് പറയും. ഈ സൂയിസൈഡിന് ശേഷം വ്യക്തികൾ സൂയിസൈഡ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ പ്രായ വ്യത്യാസ ഭേദമന്യേ, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏതുമായിക്കോട്ടെ, സൂയിസൈഡിന്റെ റേറ്റ്സിൽ വ്യത്യാസമില്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്.
പിന്നെ സൂയിസൈഡിൽ നമ്മൾ കാണുന്നത് സ്ത്രീകൾ സൂയിസൈഡ് എണ്ണം കുറവും പുരുഷന്മാരുടെ സൂയിസൈഡിന്റെ എണ്ണം കൂടുതലുമാണെന്നാണ്. പക്ഷേ സൂയിസൈഡിന്റെ ശ്രമങ്ങൾ സ്ത്രീകളിൽ കൂടുതലും പുരുഷന്മാരിലും കുറവുമായിട്ടാണ് കാണുന്നത്. അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, ജീവൻ അവസാനിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ വളരെ ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ ശക്തി കുറഞ്ഞതായിരിക്കാം. പക്ഷെ പുരുഷന്മാര് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ മരണത്തിലേക്ക് നയിക്കുന്നു. പിന്നെ നമ്മുടെ യുവതലമുറ എടുത്തു നോക്കുവാണെങ്കിൽ, യങ് ഒരു ഏജിലുള്ള ആൾക്കാർ, ടീനേജേഴ്സിനെ എടുത്തു നോക്കുവാണെങ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതായത് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിനി ഒരു ഓപ്ഷനും ഇല്ല, ജീവിതത്തിൽ എനിക്ക് ഓപ്ഷൻസേ ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ സൂയിസൈഡ് ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് അവർ ചിന്തിക്കുകയും ആ ഒരു ആസ്പെക്റ്റിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ഫിലിം സ്റ്റാറിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കും എന്തിനാണെന്നുള്ളത്. കോവിഡിന്റെ സമയത്ത് ഈ പാർവതി തിരുവോത്ത് എന്നാണ് ഈ ഫിലിം സ്റ്റാർ, മലയാളത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ്. കോവിഡിന്റെ സമയത്ത് ഇവര് വിഷാദത്തിലായിരുന്നു എന്നുള്ളതും ആ വിഷാദ രോഗത്തെ പറ്റി സംസാരിക്കുകയും സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരുന്നെന്നും സിനിമ ഇല്ലായിരുന്ന കാലമായിരുന്നെന്നും അതിനെ എങ്ങനെ അതിജീവിച്ചെന്നും ട്രീറ്റ്മെന്റിനെ പറ്റിയും കൗൺസിലിങ്ങിനെ പറ്റിയും ഒക്കെ ഒരു സെൻസിറ്റൈസേഷൻ കൊടുത്തതായിട്ട് ഞാനിപ്പോ ഓർക്കുന്നു. ടിവിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഇവരുടെ ആ സമയത്ത് ഇവരുടെ ആർട്ടിക്കിളും ഇവരുടെ ഇന്റർവ്യൂസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും സൂയിസൈഡിനെ നമ്മുടെ യുവതലമുറ നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ താരങ്ങൾ, ഫിലിം സ്റ്റാർസ് ഒക്കെ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ അതിനെ വളരെ ഒരു നോർമൽ ഫെനോമിനനായിട്ടാണ് നമ്മുടെ യുവതലമുറ ഇപ്പോൾ കാണുന്നത്. പിന്നെ അതുപോലെ കണ്ടുവരുന്നതാണ് ഉത്കണ്ഠ രോഗങ്ങൾ അല്ലെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ. ഞാൻ വർക്ക് ചെയ്യുന്നത് IIT എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുഞ്ഞുങ്ങൾ ടെസ്റ്റ് എഴുതി വരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ എക്സാം സമയമാകുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര തിരക്കാണ്. കാരണം ഇവർക്ക് എല്ലാ IQ ഉണ്ട്. IQ എന്ന് നമുക്കെല്ലാം അറിയാം IQ എന്താണെന്ന്. ബുദ്ധിശക്തിയുടെ തോതിനെയാണ് നമ്മൾ IQ എന്ന് പറയുന്നത്. ഹൈ IQ ഉള്ള കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നിൽ വന്ന കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേന് അമിത ടെൻഷൻ ആവുകയും എക്സാം എഴുതാതെ പോവുകയും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ആ സമയത്ത് അമിത ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവർ കൗൺസിലിംഗ് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഉത്കണ്ഠ രോഗങ്ങൾ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി അടുത്ത ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തിത്വ വൈകല്യങ്ങളുടെ ഒരു ഉദാഹരണം പറയണം എന്നുണ്ടെങ്കിൽ 2016 കേരള ജനതയെ ഒരു ഷോക്കിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയ കൂടത്തായി സൈനൈഡ് കില്ലിങ്സ് പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടിപ്പിക്കൽ ജോളിയെ എടുത്താൽ മതി. പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ജോളി. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തില് ഒരു സർവ്വസാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു സ്ത്രീ വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ ഹൈ ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് ചെല്ലുകയും അവിടുത്തെ ചലഞ്ചസ്, ഇൻലോസിൽ നിന്നുള്ള ചലഞ്ചസും എല്ലാം നേരിടേണ്ടി വരികയും അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായ മാറ്റങ്ങള് ഓവർ ദി ഇയേഴ്സ്, വർഷങ്ങൾക്കപ്പുറം അവരെ ഒരു സീരിയൽ കില്ലർ ആക്കി മാറ്റുന്നതായിട്ടാണ്. ഒരു ക്രിമിനൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആന്റി സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോപാത്ത് എന്നൊക്കെ പറയും. മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 2019 ഒക്ടോബറിൽ ഇറങ്ങിയ ഒരു ആർട്ടിക്കിൾ ആണ്. വൈ ഡിഡ് ജോളി കിൽ? സൈക്കോ സോഷ്യൽ അനാലിസിസ് ഓഫ് കൂടത്തായി കില്ലിങ്സ് എന്ന് പറയും. അത് ആർക്ക് വേണേലും എടുത്ത് വായിക്കാം. ഈ സെഷൻ കഴിഞ്ഞ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. മലയാളത്തിലെ ആർട്ടിക്കിൾ വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? പേഴ്സണാലിറ്റിയിലെ പോരായ്മകളാണ്. അപ്പോൾ നമ്മൾക്കത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കേസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു അവരുടെ വീട്ടിൽ. അമ്മായിയമ്മയിൽ നിന്ന് എപ്പോഴും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. അമ്മായിപ്പനിൽ നിന്നുള്ള ചൂഷണങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഈ ജോളിയെ എടുത്തു നോക്കുവാണെങ്കിൽ പണത്തിനോടുള്ള ആസക്തി, പവർ, അധികാരത്തിനോടുള്ള ആസക്തി,
ലൈംഗികപരമായിട്ടുള്ള ആസക്തികൾ, ഇതെല്ലാം കൂടി വന്ന് അവർക്ക് ഇതിനെല്ലാം ഒന്ന് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയെ അങ്ങോട്ട് ഷോ ചെയ്യാൻ വേണ്ടി അവരെ സ്വീകരിച്ച ഒരു മാർഗമാണ് കില്ലിങ്സ്, അല്ലെങ്കിൽ സൈനൈഡ് കില്ലിങ്സ് എന്ന് പറഞ്ഞവർ കാണിച്ചു. ഇപ്പോൾ അവർ ജയിലിലാണ്. അപ്പോ അതും പെട്ടെന്നല്ല അവര് ഇങ്ങനത്തെ കൊലപാതകങ്ങൾ ചെയ്ത് 2002 മുതൽ 2016 വരെയാണ് ഈ 6 കൊലപാതകങ്ങൾ ഈ സ്ത്രീ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഇടയിൽ ആന്റി സോഷ്യൽ ആൾക്കാരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പേഴ്സണാലിറ്റിയിൽ പ്രോബ്ലംസ് വരികയും അതൊരു ഡിസോർഡർ തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ആണ് പെരുമാറ്റ പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ വിഷാദ രോഗവും ഉത്കണ്ഠ രോഗത്തിനൊക്കെ ട്രീറ്റ്മെന്റ് വേണ്ടി വരുമായിരിക്കും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനാണെങ്കിലും ട്രീറ്റ്മെന്റ് വേണ്ടി വരുമായിരിക്കും. പക്ഷെ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ധാരാളം പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അനുസരണക്കുറവ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ യുവതലമുറയിൽ കോളേജിൽ പോകുന്ന കുട്ടികളുടെ ഇടയിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലോട്ട്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു സിസ്റ്റത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു വരുവാൻ അവര് മടി കാണിക്കുന്നു. ഇങ്ങനത്തെ പിന്നെ നമ്മുടെ ജോലി സ്ഥലത്താണേലും ഒരു കോപ്പറേഷനും ഇല്ലാതെ എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഇവരെയൊക്കെ നമ്മൾ ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉള്ളവരായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വരാറുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരും കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ പല ടൈപ്പിലെ കേസസ് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ അഡിക്ഷൻസ്, നമ്മൾ അടുത്ത ക്ലാസ് അഡിക്ഷൻസിനെ പറ്റി തന്നെയാണ്, ബാലൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ദീപോച്ചനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും അഡിക്ഷൻസ് നമ്മുടെ ഒരു കാഴ്ചപ്പാടില് മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ ബീഡി, സിഗരറ്റ്, പാൻ പരാഗ്, ഇങ്ങനത്തെ അഡിക്ഷൻസ് ആണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ ഗ്ലോബലൈസേഷന്റെയും ആ മാറ്റങ്ങളുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കെമിക്കൽ അഡിക്ഷൻസിൽ നിന്ന് മാറി അല്ലെങ്കിൽ ബിഹേവിയറൽ അഡിക്ഷൻസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം മൂലം വളരെ വളരെ മോശമായ രീതിയിലുള്ള പോണോഗ്രഫി, അശ്ലീല വീഡിയോസിനോടുള്ള അഡിക്ഷൻസ്, ഇന്റർനെറ്റ് ഗെയിമിങ്ങിനോടുള്ള അഡിക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയും, സ്ത്രീകളുടെ ഇടയിൽ ഉള്ളതാണ് ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മുടെ യങ് ഏജിലുള്ള വർക്കിംഗ് ലേഡീസിലൊക്കെ കാണുന്നതാണ്. ലേഡീസിൽ മാത്രമല്ല പുരുഷന്മാരിലും കാണാറുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ്. ഇങ്ങനത്തെ ധാരാളം അഡിക്ഷൻസിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഡിക്ഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കേസ് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. 2021 കൊയിലാണ്ടിയില് ബിജിഷ സൂയിസൈഡ് ചെയ്തിരുന്നു. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ്. 1 കോടി 2 കോടിക്ക് അടുത്ത് കടം വരുത്തി വെക്കുകയും അവർക്ക് ഇനി ഒരു ഓപ്ഷൻസും ഇല്ല, ഇനി ആരോടും പണം ചോദിക്കാൻ പറ്റത്തില്ല. അവര് ഓൺലൈൻ റമ്മി, ഗെയിമിങ്ങിന്റെ ഒരു വകഭേദമാണ് ഓൺലൈൻ റമ്മി എന്ന് പറയുന്നത്, ചൂതാട്ടം. ഈ റമ്മി ഈ റമ്മി കളി തുടങ്ങിയത്. പക്ഷെ അത് തുടർന്നു. 2021 അവർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. കാരണം ഇനി അവർക്ക് പൈസ ചോദിക്കാൻ സോഴ്സസ് ഇല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പലതവണ. ഇനി ഒരു ഓപ്ഷൻസും ഇല്ല ജീവിതത്തില്. 2 കോടിക്ക് അടുത്ത് കടം വരുത്തി വെച്ച സ്ഥിതിക്ക് ഇനിയും സൂയിസൈഡ് മാർഗം എന്ന് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസിനോട് അഡിക്ഷൻ ആയിട്ട് ഗെയിമിംഗ് കുട്ടികളുടെ ഇടയിൽ ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നേരം വായിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം അഡിക്ഷൻസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പല ടൈപ്പിലെ അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പം ഗാഡ്ജറ്റിന്റെ ഉപയോഗം കൂടി, നമ്മുടെ ഇടയിലെല്ലാം തന്നെ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം കൂടി. അപ്പോൾ അതിന്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതിന്റെ ഒരു ദോഷത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഈ അഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഈ രോഗങ്ങളൊക്കെ നമ്മൾ ഇപ്പം പറഞ്ഞു, മനസ്സിലാക്കി.
അവിടെയാണ് ഈ കൗൺസിലിങ്ങിന്റെയും ഒരു മാനസിക രോഗ ചികിത്സയുടെയും ആവശ്യം വരുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ രോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ വിമുഖത കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ നാണം, ഒരു ലജ്ജ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. മാനസിക രോഗങ്ങളെ പറ്റി ആരും ചർച്ച ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ ഒരു ഹൃദയ സംബന്ധമായ രോഗത്തെ പറ്റി ചർച്ച ചെയ്യാൻ നമുക്കെല്ലാം താല്പര്യമാണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റിനെ പറ്റിയും കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. പേപ്പറിനകത്ത് ന്യൂസുകൾ വരും, പരസ്യങ്ങൾ വരും, ഇൻഷുറൻസിനെ പറ്റി നമ്മൾ സംസാരിക്കും, ചികിത്സാ ചെലവുകളെ പറ്റി സംസാരിക്കും, ഏതാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് നമ്മൾ പറയും. ആ ഹോസ്പിറ്റലിൽ പോകൂ എന്ന് പറഞ്ഞ് എന്തുവാ നമ്മൾ തന്നെ അഡ്വർടൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ശാരീരിക രോഗങ്ങളെ പറ്റി നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യുമ്പോൾ മാനസിക രോഗങ്ങളെ പറ്റി നമ്മൾ മിണ്ടാതിരിക്കുവാനും അല്ലെങ്കിൽ അടക്കി വെക്കുവാനും നമ്മുടെ ഇടയിൽ ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത്. മാനസിക രോഗങ്ങളെ പറ്റി തുറന്ന് സംസാരിക്കുവാനും അതിന് വേണ്ടുന്ന ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും ഇനിയും ശ്രമിക്കേണ്ടത്. അവിടെയാണ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത വരുന്നത്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ചികിത്സയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ചില കണ്ടീഷൻസിന് കൗൺസിലിംഗ് മതി, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി മതി എന്ന് പറയും. പക്ഷെ ചില കണ്ടീഷൻസിന് ഒരു സൈക്യാട്രിസ്റ്റ്, മനോരോഗ വിദഗ്ധൻ, അതായത് മരുന്ന് കൊടുക്കുന്ന ഡോക്ടറിന്റെ ആവശ്യകത വരാറുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ധാരാളം കേസസ് ഉണ്ട്. സൂയിസൈഡിന്റെ കേസസ് എടുത്തു നോക്കുവാണെങ്കിൽ സിവിയർ ഡിപ്രഷനിൽ കൂടെ, അതായത് ഡിപ്രഷന്റെ അങ്ങേ അറ്റം വരെ പോയതിനു ശേഷമാണ് ആ വ്യക്തി സൂയിസൈഡ് ചെയ്തത്. ആ സമയത്തൊന്നും സൈക്കോ തെറപ്പിയും കൗൺസിലിങ്ങും അല്ല വേണ്ടുന്നത്, മരുന്ന് ചികിത്സ തന്നെ വേണ്ടി വരും. അപ്പോൾ ചില രോഗങ്ങൾക്ക് സൈക്കോ തെറപ്പി, കൗൺസിലിങ്ങും സൈക്കാട്രിക് മരുന്ന് ചികിത്സയും ഒരുപോലെ ചെല്ലണം. അപ്പോൾ കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഒരുമിച്ച് ചെല്ലുമ്പോൾ നല്ല എഫക്റ്റുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയും കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടിരിക്കും. ഇനി അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സമ്മർദ്ദവും അതിനെ അനുബന്ധിച്ച കാര്യങ്ങളുമാണ്. സമ്മർദ്ദത്തെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഏത് ഏജിലുള്ളവർക്കും ടെൻഷൻ ഉണ്ട്. ഇപ്പം എന്റെ വീട്ടിൽ എന്റെ മൂത്ത കുട്ടി, ഇപ്പൊ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കും ടെൻഷൻ ഉണ്ട് മമ്മ, മാത്സ് മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബോർഡെ വന്ന് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷൻ വരും എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ്, ഒരു പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ് ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാകാം. നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആയിരിക്കാം. അതായത് നമ്മൾ കുറെ പ്രതീക്ഷകൾ നമ്മളെ പറ്റി വെച്ചിട്ടുണ്ട്, അതിനൊത്ത് നമ്മൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്ട്രെസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സേഴ്സ് ഉണ്ട്, സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാട്, എൻവയൺമെന്റിൽ നിന്ന്. എൻവയൺമെന്റിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ സുനാമി അല്ലെങ്കിൽ മൈഗ്രേഷൻ. ഇതൊക്കെ എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സുകളാണ്. നമ്മുടെ ജോലി സംബന്ധിച്ച് നമുക്ക് സ്ട്രെസ്സുകൾ ധാരാളം ഉണ്ട്. അത് വലിയ ജോലിയാണേലും ചെറിയ ജോലിയാണേലും സ്ട്രെസ് അനുഭവിക്കാത്ത ആരും തന്നെ നമ്മുടെ സമൂഹത്തിലില്ല. പക്ഷേ സ്ട്രെസ്സിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്ട്രെസ് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും? നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാക്കാം, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സ്ട്രെസ് മൂലം പറ്റാതെ പോകാം. ഹാർട്ട് സംബന്ധിച്ചുള്ള രോഗങ്ങൾ വരാം, പേശികളുടെ വലി അല്ലെങ്കിൽ വേദനകൾ സംഭവിക്കാം, ചെസ്റ്റ് പെയിൻസ് വരാം. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ചില വ്യക്തികൾക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് അസിഡിറ്റി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം, ഓക്കാനം, ഛർദില് വരുന്നതായിട്ട് കാണാം, അപ്സെറ്റ് സ്റ്റൊമക്, മലമൂത്ര വിസർജനത്തിലുള്ള വ്യത്യാസങ്ങൾ, ഒന്നെങ്കിൽ കൂടുതലായിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യകത കാണും, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺസ്റ്റിപ്പേഷൻ, കുറവും വരാം. പിന്നെ അതുപോലെ തന്നെ ലൈംഗിക പ്രവർത്തനങ്ങളിലുള്ള ഫങ്ഷനിങ്ങിലെ വ്യത്യാസങ്ങൾ വരാം. ഇതുപോലെ നമ്മുടെ പിന്നെ സ്കിന്ന്, ത്വക്ക് സംബന്ധിച്ച് രോഗമുള്ളവരില് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ട് ശക്തമായിട്ട് വരാം. ഉദാഹരണത്തിന് സോറിയാസിസ്. അപ്പൊ നമുക്കറിയാം സ്ട്രെസ് ഉണ്ടെങ്കിൽ, ആ സമയത്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഓൾറെഡി സ്കിന്നിൽ പ്രോബ്ലം ഉള്ളവരിൽ അത് കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണും. അങ്ങനെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ
നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എഫക്ട്സ് വളരെ നെഗറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സിനെ നമ്മൾ നെഗറ്റീവായിട്ടൊക്കെയാണ് പറയുന്നതെങ്കിലും ഞാന് സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുമോ, ഈ സെഷനിൽ നമുക്ക് ഇനി മുതൽ സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുമോ എന്നും കൂടി നമുക്ക് നോക്കാം. സ്ട്രെസ്സിന്റെ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നമുക്കറിയാം, സ്ട്രെസ് നമുക്ക് കുറച്ച് വേണം എന്നാണ് പറയുന്നത്. സ്ട്രെസ് നമുക്ക് കുറച്ചുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് പെർഫോം ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു ജോലിക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്കൊരു സബ്മിഷൻ ഉണ്ട്, നമുക്ക് ആൻസർ ടീച്ചർമാരൊക്കെ കാണുമായിരിക്കും ഈ ഗ്രൂപ്പിനകത്ത്. ആൻസർ പേപ്പർ എല്ലാം നോക്കി മാർക്ക് ലിസ്റ്റ് കൊടുക്കാനുള്ള സമയം ഡേറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം മുതലേ അതിന് ഒരുക്കത്തോടിരിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. മറിച്ച് നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കഴിഞ്ഞ് ആ ഡെഡ് ലൈനോട് അനുബന്ധിച്ച് നമുക്ക് സ്ട്രെസ് വളരെയേറെ കൂടുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഈ പോസിറ്റീവ് സ്ട്രെസ്സിനെയാണ് യൂസ് സ്ട്രെസ് എന്ന് പറയുന്നത്. നശിപ്പിക്കുന്ന സ്ട്രെസ്സിനെയാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സെഷൻ കേൾക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും വർക്കിംഗ് ആൾക്കാരുണ്ടെങ്കിലും, ഇനിയും വർക്കിംഗ് അല്ല നമ്മുടെ റിട്ടയർഡ് ആൾക്കാരുണ്ടെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയുന്നതായിട്ടും നമുക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ സ്ട്രെസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈ കൗൺസിലിങ്ങിന്റെ ഒക്കെ ഒരു ലക്ഷ്യം എന്താന്ന് ചോദിച്ചാല് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് പറ്റുന്ന ഒരു കാര്യമാണ് പഴയതിനെ വിടുവാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുവാനും സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇമോഷൻ റെഗുലേഷൻ എന്നാണ് പറയുന്നത്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, EQ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇമോഷണൽ കോഷ്യന്റ്. ഞാൻ നേരത്തെ IQ-നെ പറ്റി പറഞ്ഞു. EQ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും മനസ്സിലാക്കുവാനും അതിനെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാനും ഉള്ള കഴിവിനെയാണ് EQ എന്ന് പറയുന്നത്. നമുക്കറിയാം സെൽഫ് കൺട്രോൾ. ഗലാത്യർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. അപ്പൊ ഈ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുവാണെങ്കിൽ ധാരാളം പാപങ്ങളിലേക്ക് ചെന്ന് ചേരാറുണ്ട്. അതിന്റെ ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കോപം, ആങ്കർ എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസവും ഡോക്ടർ ആങ്കറിന്റെ ബിബ്ലിക്കൽ സൈഡുകൾ പറഞ്ഞിരുന്നു. അപ്പൊ ആങ്കർ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആങ്കർ ഒരു ഇമോഷനാണ്. നമുക്ക് സന്തോഷം ഉള്ളതുപോലെ തന്നെ സങ്കടം ഉള്ളതുപോലെ തന്നെ ആങ്കറും ഒരു ഇമോഷനായിട്ട് കാണുക. അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഡീപ്പ് ബ്രീതിങ് എക്സസൈസുകൾ നമുക്ക് ഓഫീസിലിരുന്നാണെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഒരു കാര്യമാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒബ്സർവ് ചെയ്ത് പുറത്തോട്ട് വിടുക എന്നുള്ളത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന ഒരു ചിത്രം വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, അതിന്റെ ഒപ്പം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ വളരെ നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൽ കാണുന്ന പോലെ സ്ക്വീസ് ബോൾ, ഇതുപോലത്തെ ബോളുകൾ ഇടയ്ക്ക് പ്രസ് ചെയ്യുക. ഒരു പ്രാക്ടീസ് പോലെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് നമുക്ക് ആങ്കർ വരുന്നത്? ഏത് ചിന്ത വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്? ഏത് പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഷൗട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇങ്ങനെ ഒരു മോണിറ്ററിങ് ഫെനോമിനൻ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ വീക്ഷിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആങ്കറിനെ ഈസി ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തതാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് കോപ്പിംഗ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കഴിവ്. അത് ഇമോഷൻസിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് പോകാം. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു പോവുകയും നമുക്ക് കോപ്പിങ്ങിനൊരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ ചുറ്റും ധാരാളം പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കത്തില്ല. മറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചൂസ് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻസ്, സ്ക്രീൻ ഡയറ്റ്, അത് ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടെക്നോളജിക്കൽ ക്വോഷ്യന്റ് എന്ന് പറയും TQ. നമ്മൾ IQ EQ പറഞ്ഞ പോലെ തന്നെ TQ നമുക്കെല്ലാം വളരെ കൂടുതലാണ്.
യുവതലമുറയ്ക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വയോധികർക്കും ഓൾഡ് ഏജ് പീപ്പിളിനും അഡൽട്സിനും ഒക്കെ ഈ TQ കൂടുതലാണ്. TQ എന്ന് വെച്ചാൽ എന്താണ്? ടെക്നോളജി യൂസ് ചെയ്യാനുള്ള കഴിവ്. ഇപ്പം ധാരാളം പേര് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ കയറി, പല ഏജ് ഗ്രൂപ്പിലുള്ളവര്. അപ്പൊ ഈ TQ കൂടുന്ന അനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് അത് ഹാനികരമാണോ എന്ന് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഡയറ്റ്, സ്ക്രീൻ ഉപയോഗിക്കുന്നതിനോടുള്ള ഒരു ഡയറ്റ് നമ്മൾ ശീലിപ്പിച്ചെടുക്കണം. എത്ര സമയം നമ്മൾ ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെന്റൽ ഹൈജീൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് സ്പിരിച്വാലിറ്റി എന്നുള്ള തലമാണ്, ആത്മീയതയുടെ ഒരു തലം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ കോപ്പിംഗ് സ്കില്ലിനകത്ത് കുറെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സാമൂഹിക സോഷ്യൽ ഡൊമൈനിനകത്താണ് ഈ സ്പിരിച്വാലിറ്റി വരുന്നത്. നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മുടെ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏജിൽ അഡൽട്ട് ആയി കഴിയുമ്പോൾ നമുക്കറിയാം ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് മാറുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ എങ്ങനെ കൂട്ടുന്നു? മെഡിറ്റേഷൻസ് വഴി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി, പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾ വഴി, സമൂഹത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി, ഇതെല്ലാം നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഡൊമൈൻ കൂട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ജനലിന്റെ അടുത്ത് പോയിരുന്ന സൂര്യനെ നോക്കിയിരിക്കുന്നതല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് മെഡിറ്റേഷൻ? നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഒരു തോട്ടിൽ, ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമോ, മൈൻഡ്ഫുൾ ആകാൻ പറ്റുമോ, അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വായിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യം അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഒരു മെഡിറ്റേഷൻ പാസേജ്, അതിനെ ആസ്പദമാക്കി നമുക്ക് അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതാണ് മെഡിറ്റേഷൻ. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്നുള്ള ഡൊമൈൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഡിറ്റർമിൻ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അടുത്തതാണ് റെസിലിയൻസ്, പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ബൗൺസിങ് ബാക്ക് എന്ന് പറയുന്നത്, ചില ബോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തറയിലോട്ട് ഇട്ടാൽ അത് തിരിച്ച് അടിച്ചു വരും. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ വിജയിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുവാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാം റെസിലിയൻസിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഉദാഹരണമാണ് മാൻ ഓഫ് മാഗ്നിഫിഷ്യന്റ് അഡ്വേഴ്സിറ്റി, അല്ലെങ്കിൽ ദുരിതങ്ങളുടെ നടുവിൽ ജയാളിയായി കയറി വന്നവൻ. അത് ഇയ്യോബാണ്. ഇയ്യോബിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം സമ്പൽ സമൃദ്ധി എല്ലാം നശിച്ചു. പക്ഷെ എന്നാൽ പോലും ആ അവസ്ഥയിൽ പോലും ദൈവത്തെ ആരാധിക്കുവാൻ ആണ് ഇയ്യോബ് ശ്രമിച്ചത്. 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. അവസാനത്തെ അധ്യായം 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അപ്പൊ റെസിലിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആണ്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിൽ നിന്ന് വരുവാൻ, അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുവാൻ കഴിയുക എന്നുള്ളതാണ്. അതൊരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആണ്. അത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, വാല്യൂ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം ദൃഢമായി കൊണ്ടുപോകുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്തതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോ അവസ്ഥയും അതിന്റെ വസ്തുത മനസ്സിലാക്കുകയും അതിന്റെ പരിമിതികൾ മനസ്സിലാക്കുകയും എന്നതാണ് ആക്സെപ്റ്റൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. വൈകല്യങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ, വേറെ അവസ്ഥകൾ കാണും. അതിനെയെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് എന്നുള്ള ആക്സെപ്റ്റൻസ്. അത് നമ്മൾ തോറ്റ് പിന്മാറുന്ന ഒരു അവസ്ഥയല്ല, മറിച്ച് ഒരു ചേഞ്ചിന്, ഒരു രൂപാന്തരത്തിനുള്ള ഒരു മുൻ വ്യവസ്ഥയാണ് അംഗീകരിക്കുക എന്നുള്ളത്.
പിന്നെ അതുപോലെ തന്നെയാണ് അടുത്തത് എംപതി എന്ന് പറയും, സഹാനുഭൂതി. നമ്മൾ പറയും എന്താണ് എംപതി? പുട്ടിങ് യുവർ സെൽഫ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ അതർ പേഴ്സൺ. മറ്റൊരാളുടെ കഷ്ടതയോ അല്ലെങ്കിൽ പ്രയാസമോ എന്താണെന്ന് അയാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കുന്നതാണ് എംപതി. അപ്പൊ നമ്മുടെ ചുറ്റും മാനസിക രോഗങ്ങൾ ഉള്ളവർ കാണും. അതുപോലെ തന്നെ അവരെ കെയർ ടേക്ക് ചെയ്യുന്ന കെയർ ടേക്കേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് കാണും. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ അവസ്ഥകൾ എന്താണ്, അതിനെ അതുമായിട്ട് എംപതൈസ് ചെയ്യാൻ പറ്റുമോ, അവരുടെ ആ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് എംപതി എന്ന് പറയുന്നത്. അടുത്തതാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. നമ്മൾ പറയും നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്, നമുക്ക് 20 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്കിൽ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഈ ബന്ധങ്ങൾ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണോ, കണ്ടീഷണൽ ആണോ, ആരോഗ്യപരമായ കമ്മ്യൂണിക്കേഷൻസ് ആണോ ഈ ബന്ധങ്ങളിൽ നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ യുവതലമുറ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെർച്വൽ ഫ്രണ്ട്ഷിപ്സിനെയാണ്. ചതിക്കുഴികൾ, ഈ വെർച്വൽ ഫ്രണ്ട്ഷിപ്സ് നല്ലതാണ്, പക്ഷെ അതിൽ നിന്ന് തന്നെ ധാരാളം ചതിക്കുഴികൾ ഉള്ളതായിട്ടൊക്കെ നമ്മൾ ന്യൂസ് റിപ്പോർട്ട്സ് കാണാറുണ്ട്. ഹണി ട്രാപ്സ് അതിനൊരു ഉദാഹരണമാണ്. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ, റിയൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സമൂഹത്തിൽ സ്നേഹം, ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മൾ നടത്തുന്നത്? സംഘർഷങ്ങളെ കുറയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു കേസ് ഉണ്ട്. ഒരു പേരൻസ് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്, വളരെ ഹെക്ടിക് ലൈഫ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോ അമ്മ വന്നത്, പ്രശ്നം ഇതാണ്, കുറച്ച് നാളുകളായിട്ട് അവർ ഒരു മാസമായിട്ട് ശ്രദ്ധിച്ചു, അവരുടെ മകള് അവർ സംസാരിക്കുന്നതേ ഇല്ല, അമ്മയും മകളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ധാരാളം കാര്യങ്ങളുണ്ട് ആ കേസിനകത്ത്. പക്ഷെ മകളോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അമ്മ വളരെ ഒരു ഡോമിനേറ്റിംഗ് ലേഡിയാണ്, ഒരു ആക്സെപ്റ്റൻസും ഇല്ല, വളരെ ക്രിട്ടിക്കലാണ്, ക്രിട്ടിസൈസ് ചെയ്യുന്ന, വിമർശനങ്ങളിൽ കൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അമ്മയാണ്, കണ്ടീഷൻസ് വെക്കുന്ന ഒരു അമ്മയാണ്. ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ആ കുട്ടി സെഷനിൽ പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്? നമുക്ക് വിമർശനങ്ങളെ കുറച്ചുകൊണ്ട്, അന്യോന്യം പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പിന്നെ അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു തലം, അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ ലൈഫില് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി കരയറ്റുക എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ചെറുതും വലുതുമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വിനീതമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ അംഗീകാരം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ താങ്ക് യു അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ടോ? ഇപ്പം സമയം 5 മിനിറ്റും കൂടി ഉണ്ട്. ഞാനൊരു ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താങ്ക് യു പറയാൻ ശ്രമിക്കണം. ജസ്റ്റ് ഒരു വേർഡ് താങ്ക് യു. ഈ താങ്ക് യു പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫേസിൽ നമുക്കൊരു പ്ലസന്റ്നെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമോഷൻ നമുക്ക് വന്നു, അല്ലെ? തന്നെയാണെങ്കിൽ താങ്ക് യു സ്വയം പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ ആ ഒരു പ്ലസന്റ് ഇമോഷൻ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയോട് താങ്ക് യു പറയുമ്പോൾ എത്ര നമ്മൾ തിരക്കിലാണേലും എത്ര ഗൗരവഭാവത്തിലാണേലും താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലും നമ്മുടെ മനസ്സിനുള്ളിലും ഒരു പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പോസിറ്റിവിറ്റിയെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളത്. ഇന്നത്തെ തീം തന്നെ അതാണല്ലോ, ഫോർഗീവ്നെസ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ, നമ്മൾ പലപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു വിമുഖത കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ് ആണ്, മടി കാണിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് നമ്മൾ ക്ഷമിക്കും, പക്ഷെ നമ്മുടെ നെയ്ബറിനോട് ക്ഷമിക്കത്തില്ല. അയലോക്കത്തുള്ളവനോട് ക്ഷമിക്കും, പക്ഷെ നമ്മുടെ ജോലിക്കാരൻ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കില്ല. അപ്പൊ റിലേറ്റീവ് ആകാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. ആ ലോർഡ്സ് പ്രയറിന്റെ അവസാനം തന്നെ ദൈവം പറയുന്നുണ്ട് ക്ഷമിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ ദൈവം ഒരിക്കലും കണ്ടീഷണൽ അല്ല. ദൈവം നമ്മളോട് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഫോർഗീവ്നെസ് എന്ന് പറയും, സ്വയം ക്ഷമിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഉള്ളിലെ ദേഷ്യം,
റിസെന്റ്മെന്റ്, വാശി, വൈരാഗ്യം ഇതെല്ലാം ലെറ്റ് ഗോ ചെയ്യുന്ന പ്രവണതയ്ക്കാണ്, ആ ഒരു പ്രക്രിയക്കാണ് സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. സ്വയം ക്ഷമിക്കുക മുഖാന്തരം നമുക്കൊരു രൂപാന്തരം നടക്കുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മള് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ പാപസ്വീകാരത്തിന്റെ അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഫോർഗിവ്നെസ്, ക്ഷമിക്കുക എന്നുള്ളത് ഒരു കോൺഷ്യസ് എഫേർട്ടാണ്. ആ എഫേർട്ട് നമ്മൾ ഇട്ടാലേ പറ്റൂ. ലേൺ ടു ആസ്ക് ഫോർ ഫോർഗിവ്നെസ് ആൻഡ് ഓൾസോ ലേൺ ടു ഫോർഗിവ്. അത് നമ്മൾ മനഃപൂർവ്വമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വെൽനെസ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓഫ് പാർട്സ് ആണ്. സുജീവനം അതിന് വഴി ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.